കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് കൂട്ടുകാരെ, നമ്മളിന്നൊരു ഉണ്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ അരിയൊക്കെ വറുത്ത് നമ്മൾ പണ്ടൊക്കെ ഉണ്ട ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ നമ്മൾക്കിന്ന് ഗോതമ്പ് വറുത്തിട്ട് നമുക്ക് ഉണ്ട ഉണ്ടാക്കാം. ഈ ഗോതമ്പ് നമ്മൾ കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ഗോതമ്പാണ്. ഇത് നമ്മൾ വറുത്തിട്ടാണ് നമ്മൾ ഉണ്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര ഒരു 200 ഗ്രാം ശർക്കര നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. അത് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ശർക്കരപ്പാനി ഉണ്ടാക്കാനായിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടിച്ചിട്ടിട്ടുണ്ട് വേഗം ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കാം. നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. നമ്മളൊരു 1/2 കിലോ ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കഴുകി അപ്പം തന്നെ വറക്കാനാണെങ്കിൽ നമ്മൾ കുതിർക്കരുത്. അപ്പം തന്നെ കഴുകി നമുക്ക് വറക്കെടുക്കാവുന്നതാണ്. പെട്ടെന്ന് കുതിർത്തി കളഞ്ഞിട്ട് അത് ശരിയാവില്ല. നമ്മുടെ ഗോതമ്പ് ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ? എല്ലാം ഇങ്ങനെ പൊട്ടിയിട്ട് വേണം നമുക്ക് ഇറക്കാനായിട്ട്. അപ്പം തന്നെ മൂക്ക് പോലെ ആവും. കരിച്ച് കളയാൻ പാടില്ല. നമ്മൾ വറക്കുമ്പം കരിച്ച് കളഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ടേസ്റ്റ് പോവും. അപ്പം നമ്മുടെ ഗോതമ്പ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾക്ക് ഉണ്ടാക്കി കഴിക്കാൻ പാടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതിൻ്റെ ഉമ്മി ഉണ്ടല്ലോ, ഇതിൻ്റെ തൊലി, അത് നമ്മൾ കളയാണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിക്കാൻ പാടില്ലാത്തവർ ഇങ്ങനെ ചെയ്ത് കഴിക്കണ്ട കേട്ടോ. നമ്മൾ അരി പോലെ അല്ലല്ലോ ഇത്. അപ്പം നമുക്കിത് നമ്മളൊരു 10 ഏലക്കായ നമ്മൾ പൊളിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായിട്ട് വേണം. ഈ ചൂടിലിരുന്നത് ചൂടായിക്കോളും. നമുക്ക് തീ ഓഫ് ചെയ്യാണ്. നമ്മൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ചൂടാറിയിട്ട് നമുക്ക് ഉണ്ട ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഈ ഗോതമ്പ് നമ്മൾ തണുത്തിട്ടുണ്ട്. ചെറിയൊരു ചൂടുണ്ട്. നമുക്കിത് ജാലിക്കിട്ട് കൊടുക്കാം. നന്നായിട്ട് ഫൈനായിട്ട് പൊടിക്കാൻ പാടില്ല. നമ്മൾ അരി വറുത്തൊക്കെ ഉണ്ട ഉണ്ടാക്കാറുണ്ടല്ലോ, അതുപോലെ ചെറിയ ചെറിയ തരിയായിട്ട് നമ്മൾ പൊടിച്ചെടുത്താൽ മതി. ഒരു ലെവലാണ് നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്നത്. കണ്ടോ, നമ്മളെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു തരിയോട് കൂടിയാണ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല സൂപ്പർ മണം വരണ്ട കേട്ടോ. ബാക്കിയുള്ളത് കൊണ്ട് നമുക്കതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. നാളികേരവും ഏലക്കയും ഗോതമ്പും എല്ലാം കൂടെ കൂടി നല്ല അടിപൊളി സൂപ്പർ മണ്ണാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ഇതൊരു 1 കിലോ ഗോതമ്പ് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടിയതാണ്. അത് വെച്ചിരുന്നത് ചീത്തയായി പോവുള്ളൂ, വെറുതെ പൂത്തുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ 1 കിലോ ആയിട്ട് എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്കിതൊന്ന് ഉണ്ടയാക്കി എടുക്കാം. അപ്പം നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ചെറുതാക്കിയോ വലുതാക്കിയോ ഇങ്ങനെ ഉരുളകളായിട്ട് നമുക്ക് എടുക്കാം. ഇങ്ങനെ പിടിച്ച് ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് നമ്മൾ എടുക്കുന്നത്. വലുതാണെങ്കിൽ വലുതായിട്ട് എടുക്കാം. നമുക്ക് എല്ലാം നമുക്കതുപോലെ ഉരുട്ടിയെടുക്കാം. അപ്പം നമ്മുടെ ഗോതമ്പുണ്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ലൈക്കും ഷെയറും ഫോളോയും ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു.